എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് പാസീവ് വോയിസിനെ കുറിച്ചാണ്. PSC മത്സര പരീക്ഷകളിൽ സ്ഥിരമായി വരാറുള്ള ഒരു സെക്ഷനാണ് പാസീവ് വോയിസ്. അപ്പോൾ നമുക്ക് 1 മാർക്ക് ഉറപ്പായിട്ടും ഉറപ്പിക്കാം പാസീവ് വോയിസ് നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ. അപ്പം നമുക്ക് നോക്കാം പാസീവ് വോയിസ് എന്താണ്. പാസീവ് വോയിസ് എന്ന് പറയുന്നത് അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് കർമ്മണി പ്രയോഗം എന്നാണ്. നമുക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ആക്റ്റീവ് വോയിസിലായിരിക്കും. ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് കർത്തരി പ്രയോഗമാണ്. ഇത് കർമ്മണി പ്രയോഗമാണ്. കർമ്മണി, അതായത് കർമ്മണി മീൻസ് കർമ്മത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് കർത്തരി പ്രയോഗമാണ്, അതായത് കർത്താവിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് SVO പാറ്റേണിലാണ് നടക്കുന്നത്. അതായത് നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഐ റൈറ്റ് എ ലെറ്റർ. ഇവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. ഇനി എ ലെറ്റർ ആണ് എന്ത് ഒബ്ജക്റ്റ്. നമ്മൾ വെർബിനോട് ആര് അല്ലെങ്കിൽ എന്താ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസറിനെയാണ് എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആൾ. ഞാൻ എഴുതി, എന്തെഴുതി? ഒരു ലെറ്റർ എഴുതി. അപ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അപ്പോൾ SVO പാറ്റേൺ ആണ് സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിച്ച് വരുന്നത്. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ള ആ റൂള്. ഇനി നമ്മൾ പാസീവ് വോയിസിലോട്ട് വരുമ്പോഴത്തേക്കും ഈ സബ്ജക്റ്റിൻ്റെ സ്ഥാനം ഒബ്ജക്റ്റ് കീഴടക്കും. പിന്നെ വെർബ്, പിന്നെ സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഒബ്ജക്റ്റിൽ തുടങ്ങുന്ന പ്രയോഗത്തെയാണ്, അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത് പാസീവ് വോയിസ് അഥവാ കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ടെൻസിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ടെൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പാസീവ് വോയിസ് നല്ലവണ്ണം മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ടെൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസ് വാച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് പാസീവ് വോയിസ് എന്ന് പറയുന്നത് കർമ്മത്തിൽ, അതായത് ഒബ്ജക്റ്റിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളാണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പം നമുക്കിവിടെ പാസീവ് വോയിസിനൊരു ഫോം ഉണ്ടാക്കാം. അതായത് നമുക്ക് അതിൻ്റെ റൂള്, അതിൻ്റെ ഒരു ഓർഡർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ റൂള് മനസ്സിലാക്കിയ ഈ ഫോമുല മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഇടയ്ക്കൊന്നും ഓരോരോ ഓക്സിലറി വെർബ് ആണെങ്കിലും പിന്നെ ഇടയ്ക്ക് ചേർക്കേണ്ട എന്താണെന്നുള്ളതൊന്നും തെറ്റിപ്പോകത്തില്ല. അപ്പോൾ O പ്ലസ് B പ്ലസ് PP പ്ലസ് ബൈ പ്ലസ് S, ഇതാണ് നമ്മളിവിടെ പാസീവ് വോയിസിനായിട്ടുള്ള ഒരു ചെറിയ ഒരു ഫോർമുല. ഇവിടെ നമുക്ക് നോക്കാം ഓരോ വേർഡും ഓരോ ലെറ്റേഴ്സും എന്തിനാണ് സൂചിപ്പിക്കുന്നത്. O എന്തിനാണെന്ന് അറിയാലോ, പാസീവ് വോയിസ് തുടങ്ങുന്ന എന്തിലാണ്? ഒബ്ജക്റ്റിലാണ്. അപ്പോൾ O ഫോർ ഒബ്ജക്റ്റ്. ഇനി ബി എന്ന് പറയുന്നത് ഓക്സിലറി വെർബ്സ് ആണ്. ഓക്സിലറി വെർബിന് പകരമായിട്ട് നിൽക്കുന്നവയാണ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ B ആയിട്ട് കൊടുത്തേക്കുന്നത്, അതായത് പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആം, ഈസ്, ആർ. ഇതാണ് പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലറീസ്. ആം, ഈസ്, ആർ. ഇപ്പം പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലറീസ് ആണ് ആം, ഈസ്, ആർ. നമുക്കറിയാം പാസ്റ്റ് ടെൻസിലുള്ള ഓക്സിലറീസ് ഏതൊക്കെയാണ്? വാസും വെയറും. വാസ്, വെയർ, ഇതാണ് പാസ്റ്റ് ടെൻസിലുള്ളത്. ഇനി കണ്ടിന്യൂസ് ടെൻസിലാവുമ്പോഴത്തേക്കും, ഇപ്പം പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ഒക്കെ ആകുമ്പോൾ ഈ ബിയുടെ സ്ഥാനത്ത് ഓക്സിലറി വരും. പിന്നെ നമ്മൾ ഒരു ഓർത്തിരിക്കണം, കണ്ടിന്യൂസ് ടെൻസിൽ ബിയുടെ കൂടെ ഒരു ING ഫോം വരും. എപ്പോഴാണ്? കണ്ടിന്യൂസിൽ. ഇനി പെർഫെക്റ്റ് ഫോമിൽ, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റിലൊക്കെ വരുമ്പോൾ ബിയുടെ ഏത് ഫോം ചേർക്കണം? ബീൻ. ഇത് ഏത് ടെൻസിലാണ്? പെർഫെക്റ്റ് ടെൻസിൽ. ഇനി PP. എന്താണ് PP എന്ന് പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, അതായത് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. അതാണ് എന്ത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ PP എന്ന് പറയുന്നത് V3 ഫോം. ഇനി ബൈ എന്ന് പറയുന്നത് ബൈ തന്നെയാണ്, ബൈക്ക് മാറ്റമൊന്നുമില്ല. ബൈയുടെ അർത്ഥം എന്താണ്? ആൾ, ഇന്നയാൾ
4 എന്ന് പറയും. ഇനി എസ് എന്താണ്? എസ് ഫോർ സബ്ജക്റ്റ്. ഇപ്പോൾ പാസീവ് വോയിസിൻ്റെ ഒരു ഫോമുലയാണ് ഒ പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബിയുടെ ഫോം PP വെർബിൻ്റെ V3 ഫോം ബൈ പ്ലസ് എസ്. ഈ ഫോർമാറ്റ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പാസീവ് വോയിസിൻ്റെ അകത്ത് ആ ഓർഡർ തെറ്റത്തില്ല. ഒ ഒബ്ജക്റ്റ് ആണ്, ബി എന്ന് പറയുന്നതിൻ്റെ പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലറീസ് ആണ് ആമീസ, പാസ്റ്റ് ടെൻസിലുള്ള ഓക്സിലറീസ് ആണ് വാസും വെയറും, കണ്ടിന്യൂസ് ടെൻസിൽ ബിയുടെ ഫോം ബീയിങ് ആണ്, പെർഫെക്റ്റ് ടെൻസിൽ ബിയുടെ ഏത് ഫോമാണ് ഉപയോഗിക്കുന്നത്? ബീൻ എന്നുള്ള ഫോമാണ് ഉപയോഗിക്കുന്നത്. PP എന്ന് പറയുന്ന വെർബിൻ്റെ V3 ഫോമാണ്, ബൈക്ക് മാറ്റമൊന്നുമില്ല, ബൈ ആയിട്ട് നിൽക്കും. എസ് ഫോർ സബ്ജക്റ്റ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം, ഒരു ക്വസ്റ്റ്യൻ എഴുതി നോക്കാം. I paint a picture. ഒരു സെന്റൻസ് കിട്ടുമ്പോൾ തന്നെ ആ സെന്റൻസിന് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് തിരിച്ചിട്ടാക്കണം പാസീവ് വോയിസിലോട്ട് ആക്കാൻ പറയുമ്പോൾ. പിന്നെ നമുക്ക് തരുന്ന സെന്റൻസ് എപ്പോഴും ആക്റ്റീവ് വോയിസിലായിരിക്കും, അതായത് കർത്തരി പ്രയോഗത്തിലായിരിക്കും. അതിൻ്റെ അകത്ത് ആദ്യം സബ്ജക്റ്റ് ആയിരിക്കും, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. അപ്പം ഐ പെയിന്റ് എ പിക്ചർ, നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഒബ്ജക്റ്റ് ആണ് വേണ്ടത്. ഇവിടെ എന്താണ് ഒബ്ജക്റ്റ്? എ പിക്ചർ ആണ്. എ പിക്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, പ്ലൂറൽ ആണോ? എ പിക്ചർ, ഒരു പിക്ചറേ ഉള്ളൂ, അപ്പോൾ അത് സിംഗുലർ ആണ്. ഇനി നമുക്കറിയാം പെയിന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെയിന്റ് എന്ന് പറയുന്ന വെർബിന്റെ എത്രാമത്തെ ഫോമാണ്? V1 ഫോമാണ്. അപ്പം നമുക്കറിയാം V1 ഫോം ആണെങ്കിൽ ആ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലായിരിക്കും? പ്രസന്റ് ടെൻസിൽ ആയിരിക്കും. അപ്പോൾ പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലറീസ് ആണ് ഏതൊക്കെ? ആം, ഈസ്, ആർ. ഇനി എ പിക്ചർ എന്നുള്ളതിൻ്റെ കൂടെ ഏത് ഓക്സിലറി വരുമെന്ന് നോക്കാം. ഐ ആണെങ്കിൽ അവിടെ എന്ത് വന്നേന്? ആം വന്നേന്. പിന്നെ സിംഗുലർ ആണെങ്കിൽ ഈസും, പ്ലൂറൽ ആണെങ്കിൽ ആറും ഉപയോഗിക്കും. എ പിക്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അപ്പോൾ എ പിക്ചറിൻ്റെ കൂടെ ഏത് ഓക്സിലറി വേണം? എ പിക്ചർ ഈസ്. ഇനി അപ്പോൾ ഒബ്ജക്റ്റ് എഴുതി, ബിയുടെ ഫോം എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? V3 ഫോമാണ് വേണ്ടത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബിന് എല്ലാ വെർബുകൾക്കും 3 ഫോമുകളുണ്ട്. ഫസ്റ്റ് വൺ പ്രസന്റ് ഫോം, സെക്കൻഡ് വൺ പാസ്റ്റ് ഫോം, തേർഡ് വൺ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇപ്പം V3 ഫോം പെയിന്റ് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോം ആണ് എന്ത്? പെയിന്റ്, പെയിന്റഡ്, പെയിന്റഡ്. അപ്പം എ പിക്ചർ ഈസ് പെയിന്റഡ്. ബൈക്ക് മാറ്റം ഉണ്ടോ? ബൈക്ക് മാറ്റമില്ല, ബൈ ആയിട്ട് തന്നെ നിൽക്കും. ഇനി ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫോമാണ് എന്ത്? ഐയുടെ ഒബ്ജക്റ്റീവ് ഫോമാണ് മീ. അപ്പോൾ ഐ എന്തായിട്ട് മാറും? അവിടെ മീ ആയിട്ട് മാറും. അങ്ങനെ വേറെ കുറേ ഒബ്ജക്റ്റീവ് ഫോംസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഐ എന്ന് പറയുന്നത് മീ ആകും. യു എന്തായിട്ട് തന്നെ നിൽക്കും? സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒബ്ജക്റ്റ് ആയിട്ട് മാറുമ്പോഴത്തേക്കും യു ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ ഹി, ഹിം, ഷീ, ഹെർ, ഇറ്റായിട്ട് തന്നെ, ദേ, ദെം. വി എന്തായി മാറും? വി, അസ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ ഐ പെയിന്റ് എ പിക്ചർ, ആ ഐ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തു നിന്ന് ഐ എങ്ങോട്ട് മാറി? പാസീവ് വോയിസിൽ അത് മീ, ഐയുടെ ഒബ്ജക്റ്റീവ് ഫോമാണ് എന്ത്? മീ എന്ന് പറയുന്നത്. പിന്നെ യുവിൻ്റെ എന്താണ്? യു തന്നെയാണ്. ഹി, ഹിം ആണ്. ഷീ, ഹെർ ആണ്. ദേ, ദെം ആണ്. ഇറ്റ് ആണ്. പിന്നെ വി എന്തായി മാറും? അസ്സായിട്ട് മാറും. ഇത് നോട്ട് ചെയ്യണം. നമുക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. O പ്ലസ് ബി പ്ലസ് PP എന്ന് പറയുന്ന വെർബിൻ്റെ V3 ഫോമാണ്. ബൈക്ക് മാറ്റമൊന്നുമില്ല, ബൈ ആയിട്ട് തന്നെ നിൽക്കും. എസ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്.
ഇനി വേറൊരു ക്വസ്റ്റ്യൻ. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ്. ഇത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് all over the world. നമുക്ക് നോക്കാം. സബ്ജക്റ്റ് ഏതാണ്? പീപ്പിൾ ആണ്. വെർബ് എന്താണ്? സ്പീക്ക് ആണ്. എന്താണ് പീപ്പിൾ സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നത്. ഇതെന്താണ്? RPS ആണ്. റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസ് ആണ്. സെന്റൻസിന് ബാക്കി വരുന്ന ഭാഗം. നമുക്ക് ആദ്യം ഇവിടെ എന്ത് വരണം? നമ്മുടെ റൂൾ അനുസരിച്ച് ഒബ്ജക്റ്റ് വരണം. ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഇംഗ്ലീഷ്. ഇവിടെ സ്പീക്ക് ആണ് പറഞ്ഞേക്കുന്നത്. സ്പീക്ക് എന്ന് പറയുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അപ്പം തന്നിരിക്കുന്നത് പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലറി വേണം. ആമി സാർ ആണ് തന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പം ഇവിടെ എന്ത് തന്നെ വരും? ഇംഗ്ലീഷ് ഈസ്. ഇനി സ്പീക്ക് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോം. ഇനി അടുത്ത PP. വെർബിന്റെ V3 ഫോം അല്ലേ വേണ്ടത്? നമുക്ക് ഇവിടെ PP എന്നുള്ളടത്ത് V3 എന്ന് എഴുതിയാലും മതി കേട്ടോ. ഇപ്പം V3 സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ. എന്താണ്? ബൈക്ക് മാറ്റമുണ്ടോ? ബൈ. ആരാണ് സബ്ജക്റ്റ് ഇവിടെ നിന്നത്? ബൈ പീപ്പിൾ. ഇനി റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസ് എന്താണ്? ഓൾ ഓവർ ദ വേൾഡ്. ഇവിടെ നമ്മൾ ബൈ പീപ്പിൾ എന്നുള്ളത് കൊടുക്കാതെ ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ കാണുന്നത്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ആരാണ്? ജനങ്ങളാണ്. അല്ലാതെ മൃഗങ്ങളായിരിക്കത്തില്ലല്ലോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പോൾ അതവിടെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പം ചില സാഹചര്യങ്ങളിൽ അവിടെ ബൈ പീപ്പിൾ അല്ലെങ്കിൽ ചില ഇങ്ങനെ ബൈ കൂട്ടിയുള്ള ഓബ്ജക്റ്റുകൾ വരാറില്ല. ഇനി നമുക്ക് വേറെ എക്സാമ്പിള്. They eat an apple. ഇവിടെ സബ്ജക്റ്റ് ദേ ആണ്. ഈറ്റ് എന്ന് പറയുന്നതാണ് വെർബ്. ആൻ ആപ്പിൾ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആദ്യം എഴുതുമ്പോഴത്തേക്ക് എങ്ങനെ വരും? ആൻ ആപ്പിൾ. ഇനി ഈറ്റ് ഓക്സിലറി വെർബ് വേണം നമുക്ക്. ബിയുടെ ഫോം വേണ്ടേ? ഈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ V1 ഫോം ആണ്. അപ്പോൾ ആം ഈസ് ആർ എന്നുള്ളതാണ്. ആൻ ആപ്പിൾ എന്ന് പറയുന്നത് ഒരാപ്പിളേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? ആൻ ആപ്പിൾ ഈസ്. ഈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോം ആണ്. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ആൻ ആപ്പിൾ ഈസ് ഈറ്റൺ. ബൈ. ബൈക്ക് മാറ്റമൊന്നുമില്ല. ബൈ ബൈ ആയിട്ട് നിൽക്കും. ഇനി ദേയുടെ ഒബ്ജക്റ്റീവ് ഫോം ഏതാ? ദേ, ദെം ആണ്. ആൻ ആപ്പിൾ ഈസ് ഈറ്റൺ ബൈ ദെം. അപ്പോൾ ഇത്ര നേരം നമ്മൾ നോക്കിയത് പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസുകളാണ്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം. അപ്പം എങ്ങനെ വരും? ഇവിടെ എന്ത് വരും? ഈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ V2 ഫോം. ദേ എയ്റ്റ് ആൻ ആപ്പിൾ. ഇവിടെ നേരത്തെ പോലെ തന്നെ മാറ്റമൊന്നുമില്ല. ഒബ്ജക്റ്റ് ആദ്യം എഴുതി ആൻ ആപ്പിൾ. ഇനി എയ്റ്റ് എന്ന് പറയുന്ന V2 ഫോം ആണ്. തന്നിരിക്കുന്ന വെർബ് V2 ഫോമിലാണെങ്കിൽ ആ സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണെന്ന് മനസ്സിലാക്കണം. പാസ്റ്റ് ടെൻസിലുള്ള ഓക്സിലറീസ് ആണ് വാസും വെയറും. അപ്പോൾ ആൻ ആപ്പിൾ എന്ന് പറയുന്നത് എത്ര ആപ്പിൾ ഉണ്ട്? ഒരാപ്പിളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഏതാണ്? വാസ്. ഇവിടെ ആപ്പിൾസ് എന്നായിരുന്നെങ്കിൽ എന്ത് വന്നേന്? ആപ്പിൾസ് വെയർ എന്ന് വേണം വരാൻ. ഇനി ഓക്സിലറി വെർബ് എഴുതി, വാസ് എഴുതി. ഇനി V3 ഫോം. വെർബിന്റെ V3 ഫോം വേണം. ഈറ്റ്, എയ്റ്റ് V3 ഫോമാണ്. ഇത് ഈറ്റൺ. ബൈക്ക് മാറ്റമൊന്നുമില്ല. ദേ എന്തായി മാറി? ദേ ദെമ്മായിട്ട് മാറി. പാസ്റ്റ് ടെൻസിൽ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. He wrote a novel. സബ്ജക്റ്റ് ഹി ആണ്. റോട്ട് എന്ന് പറയുന്ന വെർബിന്റെ V2 ഫോം ആണ്. എ നോവൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ഒബ്ജക്റ്റ് എഴുതുകയാണ് നമ്മൾ. എ നോവൽ.
ഇനി V2 ഫോം ആണ് വേണ്ടത്. റോട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഓക്സിലറി വെർബ് ഏതൊക്കെ വരും? വാസും വേറും വരും. എ നോവൽ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് അവിടെ വരുന്ന ഓക്സിലറി ഏതാണ്? വാസാണ്. എ നോവൽ വാസ്. റൈറ്റ്, റോട്ട്, റിട്ടൺ. V3 ഫോം ഏത് വരും? റിട്ടൺ വരും. ഇവിടെ വരെ നമ്മളായി. ഇനി ബൈക്ക് മാറ്റം ഉണ്ടോ? ബൈ ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ ഹി എന്തായിട്ട് മാറും? ഹി ഹിം ആയിട്ട് മാറും. അവിടെ ഷീ ആണെങ്കിൽ എന്ത് വന്നേന്? ഹെറായി വന്നേന്. അപ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസ് നോക്കി, പാസ്റ്റ് ടെൻസ് നോക്കി. ഇനി നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ ഒരു സെൻറ്റൻസ് വരുമ്പോഴത്തേക്കും ഇപ്പം പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, എല്ലാ ടെൻസ് ഫോമിനെ പാസീവ് വോയിസിലോട്ട് ആക്കാനായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും സെൻറ്റൻസുകൾ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് പാസീവ് വോയിസിലൊന്ന് മാറ്റുന്നതെന്നാണ് നോക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫ്യൂച്ചർ ടെൻസിലുള്ള എക്സാമ്പിൾ. ഫ്യൂച്ചർ ടെൻസിൻ്റെ അകത്ത് സെൻറ്റൻസ് എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എന്ത് കാണും? ഒന്ന് വില്ല് കാണും, അല്ലെങ്കിൽ ഷാല് കാണും. ഒരു എക്സാമ്പിൾ, ഹി വിൽ പെയിന്റ് എ പിക്ചർ. നോക്കാം. സബ്ജക്റ്റ് ഹി, വിൽ പെയിന്റ് ആണ് വെർബ്, എ പിക്ചർ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഇപ്പം എന്ത് വരും? എ പിക്ചർ ഒബ്ജക്റ്റ് എഴുതി. ഇവിടെ തന്നിരിക്കുന്ന വില്ലാണേലും ഷാലാണേലും അത് അതുപോലെ തന്നെ താഴത്തേക്ക് എടുത്തെഴുതണം. എ പിക്ചർ വിൽ. ഇനി ഫ്യൂച്ചർ ടെൻസിൽ ബിയുടെ ഫോം എന്ത് തന്നെയാണ്? ബി ആയിട്ട് തന്നെയാണ്. വിൽ ബി, ഷാൽ ബി എന്ന് വയ്ക്കും. എ പിക്ചർ വിൽ ബി. അപ്പം ബിയുടെ ഫോമുമായി. ഓക്സിലറി ആയിരുന്നിട്ടുള്ള വില്ലാണേലും ഷാലാണേലും അത് അതുപോലെ തന്നെ നിൽക്കണം. പിന്നെ ബി ചേർക്കണം. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ഓർക്കണം, വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ ഇനി വേണ്ടത് എന്താണ്? V3 ഫോമാണ്. എ പിക്ചർ വിൽ ബി പെയിന്റഡ്. ബൈക്ക് മാറ്റം ഉണ്ടോ? ഇല്ല. ബൈ ആയിട്ട് തന്നെ ഹി എന്തായി മാറും? ഹിം ആയിട്ട് മാറും. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ, they will write a story. എ സ്റ്റോറിയാണ്. സബ്ജക്റ്റ് എന്താണ്? ദേ വിൽ റൈറ്റ് ആണ് വെർബ്. എ സ്റ്റോറി ആണ് എന്ത്? ഒബ്ജക്റ്റ്. ഇപ്പം എന്ത് വരും? ഒബ്ജക്റ്റ് ആദ്യം വരും. എ സ്റ്റോറി. നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർ ടെൻസിൽ വിൽ അല്ലെങ്കിൽ ഷാൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതിന് മാറ്റമൊന്നുമില്ല. അത് അതുപോലെ തന്നെ വിൽ. ഇനി ബിയുടെ ഫോം എന്താണ് ഫ്യൂച്ചർ ടെൻസിലെ? ബി ആണ്. വിൽ ബി. ഇപ്പം നമുക്കിവിടെ വേണമെങ്കിൽ കുറിച്ചിടാം. ബിയുടെ ഫോം ഇവിടെ എന്താണ്? ബി തന്നെയാണ്. ഏത് ടെൻസിൽ? ഫ്യൂച്ചർ ടെൻസിൽ. വിൽ ബി, റിട്ടൺ, ബൈക്ക് മാറ്റമൊന്നുമില്ല. ബൈ ദെം. ദേ എന്തായിട്ട് മാറും? ദെം ആയിട്ട് മാറും. ഇപ്പോൾ പാസീവ് വോയിസ് ഒരു ഫോർമാറ്റ് ഉണ്ട്. O പ്ലസ് ബി പ്ലസ് പി പി പ്ലസ് പി പി എന്ന് പറയുന്നത് V3 ആണ്. V3 പ്ലസ് ബൈ പ്ലസ് എസ്. O ഫോർ ഒബ്ജക്റ്റ് ആണ്. ബി എന്ന് പറയുന്ന ഓക്സിലറി വെർബിന് പകരം നിൽക്കുന്നതാണ്. ആമീസ് ആർ. അതിൽ ആമു, ഈസു, ആറും പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലറീസ് ആണ്. വാസും വേറും പാസ്റ്റ് ടെൻസിലെയാണ്. ഫ്യൂച്ചർ ടെൻസിൽ ബിയുടെ ഫോം എന്ന് പറയുന്നത് ബി തന്നെയാണ്. പിന്നെ കണ്ടിന്യൂസ് ടെൻസിൽ അത് എന്തായിട്ട് മാറും? ആ ബിയുടെ കൂടെ ഒരു ING ഫോം കാണും. പിന്നെ പെർഫെക്റ്റ് ടെൻസിൽ ബിയുടെ ഫോം എന്ന് പറയുന്നത് ബീൻ എന്നാണ്. പിന്നെ പി പി എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അതായത് V3 ഫോം വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. ബൈക്ക് മാറ്റമൊന്നുമില്ല. ബൈ ആയിട്ട് തന്നെ നിൽക്കും. എസ് ഫോർ സബ്ജക്റ്റ്. പിന്നെ നോട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞത് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒബ്ജക്റ്റീവ് ഫോമിലോട്ട് മാറുമ്പോൾ ഐ മീ ആകും. ഹി ഹിം ആകും. ഷീ ഹെർ ആകും. ഇറ്റായിട്ട് തന്നെ നിൽക്കും. യു ആയിട്ട് തന്നെ. ദേ ദെം വി അസ്. ഇത്രയും കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പാസീവ് വോയിസിലെ ഒരു പാർട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.